അതെ, ഇന്ന് അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യങ്ങളൊന്നും കൃത്യസമയത്തിന് നടക്കൂലെന്ന് കേട്ടോ. കാരണം ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി കേട്ടോ. എഴുന്നേൽക്കാനൊക്കെ ആയിട്ടേ ഉറങ്ങിപ്പോയിന്നേ. എന്നാലും സാരില്ല, നമ്മുടെ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പൊതിയിലേ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിയിട്ട് ഓടി വന്നാലോ? അതിനു മുന്നേ നമ്മുടെ ഈ ലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് ചോറ് വിളമ്പി കൊടുത്തു. പിന്നെ ഇന്ന് ആദ്യമായിട്ട് തേങ്ങാച്ചമ്മന്തി അരച്ചതുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ആദ്യമായിട്ട് തേങ്ങാച്ചമ്മന്തിയാണ്, അതെനിക്കറിയാം കേട്ടോ. എന്നാലും ഇന്നും കൂടി അല്ല, ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാവും. എന്നാലും സാരമില്ല, തേങ്ങാച്ചമ്മന്തി വെച്ചു കൊടുത്തു. പിന്നെ ആകെ ഒരു മുട്ടയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കരുതി അതങ്ങ് ഓംലെറ്റ് ആക്കാമെന്ന്. അങ്ങനെ ദാ ഈ ചട്ടിയിൽ ഓംലെറ്റ് ആക്കാനായിട്ട് വെച്ചപ്പോൾ എൻ്റെ വെപ്രാളം കൊണ്ടാണോ എന്നറിയില്ല, എടുത്ത് തിരിച്ചിട്ടപ്പോൾ അത് പൊട്ടിപ്പോയി കേട്ടോ. പിന്നെ ഞാനിത് കുത്തിപ്പിടിച്ച് അതങ്ങ് നമ്മുടെ മുട്ട ചിക്കി തോർത്തിയതാക്കി. അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ആക്കിയതുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തില്ല കേട്ടോ. തേങ്ങ ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടി ആക്കും, അല്ലാണ്ട് ചതച്ചിട്ടും വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ നമ്മുടെ താട മീൻ പൊരിച്ചതുണ്ടായിരുന്നു. പുളിശ്ശേരി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണേ. അപ്പോൾ ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പച്ചമോര് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരിച്ചിരി പച്ചമോര് കൊണ്ടുവന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ നമ്മുടെ കുപ്പിയിൽ ഒരിത്തിരി ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ടേ ആവശ്യത്തിന് പച്ചമോരും എടുത്തിട്ടുണ്ട്. പച്ചമോരാണോ നമ്മുടെ പുളിശ്ശേരിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ കറക്റ്റൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി ഇഷ്ടം പുളിശ്ശേരി കേട്ടോ. പിന്നെ ഇച്ചിരി ചമ്മന്തിയും പച്ചമോരൊക്കെ ഉണ്ടെങ്കിൽ അതാ ഇഷ്ടമെന്ന് തോന്നും. അതിപ്പോൾ ഒന്നും പറയണ്ട, എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ മീൻ പൊരിച്ചതും മെഴുക്ക് പുരട്ടിയും മുട്ട ചിക്കി തോർത്തിയതും തേങ്ങാ ചമ്മന്തിയും പിന്നെ നമ്മുടെ പച്ചമോരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ.